മുൻ SC/ST കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2-ന് കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കും. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ അംഗമായ കരിഞ്ചയിൽ കുട്ടിയമ്മയും മകനും മുൻ SC/ST കമ്മീഷൻ അംഗവുമായ അഡ്വക്കേറ്റ് KK മനോജിനുമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മർദ്ദനമേറ്റതെന്നാണ് ആരോപണം. ലൈഫ് പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് കണ്ട സെക്രട്ടറി അപമാനിച്ച് പരിഹസിച്ചതായും തുടർന്ന് KK മനോജിനെ മർദ്ദിച്ചെന്നുമാണ് പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 2 കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാംകുടിയിൽ സായാഹ്ന ധർണ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. അപ്പോൾ ആദിവാസി എന്ന നിലയിൽ വീടിന് എഗ്രിമെന്റ് വെക്കാനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരണം. വീടില്ലാതെ വാടകയ്ക്ക് താമസിക്കുകയാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ്. വീട് പൂർണ്ണമായിട്ടും പഴയ വീട് നശിച്ചുപോയി എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ രേഖകളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇവർ താമസിക്കുന്നത് CHR-ലാണ്. അതുകൊണ്ട് എഗ്രിമെന്റ് വെക്കാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള നിലപാട് ആണ് സെക്രട്ടറി സ്വീകരിച്ചത്. അപ്പോൾ CHR-ലല്ല, ചുറ്റും 4 ചുറ്റും പട്ടയമുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. അതിന് നടുക്ക് പട്ടയമില്ലാത്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനോ കേൾക്കാനോ തയ്യാറാകാതിരിക്കുകയും മറ്റു ഉദ്യോഗസ്ഥരും ചേർന്ന് ഇദ്ദേഹത്തെ ജാതീയമായ ആക്ഷേപം നടത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. കാരണം ഒരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കുറ്റമല്ല പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം അടിയന്തരമായി SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കണം. ഇവർക്കെതിരെ, ജീവനക്കാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്യണം സർവീസിൽ നിന്ന്. DYSP ചുമതല ഏറ്റെടുക്കണം അന്വേഷണത്തിൻ്റെ. അല്ലാതെ ഈ മുരിക്കാശ്ശേരി സ്റ്റേഷൻ പോലീസ് SHO-യോ SIO അന്വേഷണം നടത്തിയാൽ ഉതകുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ അഭിപ്രായം. തീർച്ചയായും DYSP അന്വേഷണം ഏറ്റെടുത്ത് SP-യുടെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിച്ച് SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസെടുക്കണമെന്നും ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തോപ്രാംകുടിയിൽ വലിയ ധർണ ഞങ്ങൾ ഈ 2 വൈകുന്നേരം നടത്തുകയാണ്. തുടർന്ന് 5 പഞ്ചായത്ത് ഓഫീസിലേക്ക് വലിയ ജനകീയ മാർച്ച് ദളിത് സംഘടനയുടെ നേതൃത്വത്തിൽ ആദിവാസി കോൺഗ്രസിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയുണ്ട്. ആദിവാസി കോൺഗ്രസിൻ്റെയും ദളിത് സംഘടനകളുടെയും കോൺഗ്രസിൻ്റെ ദളിത് സംഘടനകളുടെയും ബഹുജന സംഘടനകളുടെയും ഒരു കൂട്ടങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ബഹുജന മാർച്ച് നടത്തുകയാണ്. KK മനോജിനെ അപമാനിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 5 ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ K ആന്റണി, വിജയകുമാർ മറ്റക്കര, സുബി കൂന്തളായിൽ എന്നിവർ പങ്കെടുത്തു.